എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഇന്നും നമ്മൾ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, കൊച്ചു കൊച്ചു വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള, നിങ്ങളിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു കഴിവിനെക്കുറിച്ചാണ്. സെൽഫ് മോട്ടിവേഷൻ. നിങ്ങൾക്കൊരു കാര്യം നേടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് അത് ആഗ്രഹിച്ചിരിക്കണം. ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പരസ്യമൊക്കെ അല്ലേ, നമ്മൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ പരസ്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. പരസ്യങ്ങളിൽ മയങ്ങിയിട്ടാണ് നാം പലപ്പോഴും പല സാധനങ്ങളും വാങ്ങാറുള്ളത് അല്ലേ, ബജാറിൽ. അതെന്താണ്? ആ പരസ്യം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നുണ്ട്, നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ പരസ്യത്തിലേക്ക്, ആ ഒരു ഐറ്റത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് വാങ്ങുന്നത്. അപ്പോൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞ് ഒരു വാങ്ങാനുള്ള പ്രചോദനം ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ പലപ്പോഴും ഈ സാധനങ്ങളൊക്കെ വാങ്ങാറ്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ തീരുമാനിച്ച ഒരു ലക്ഷ്യം, ഏതെങ്കിലും ഒരു സ്വപ്നം, അതെങ്ങനെയാണ് അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്വപ്നം എന്ന് ഞാൻ പറയുന്നത് നാം ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നമല്ല. കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് എപ്പോഴും ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് ചെയ്യ്, നീ ലക്ഷ്യം നേട്. പക്ഷെ നിങ്ങൾക്കതാവുന്നില്ല. നിങ്ങൾ ആ ഭാഗത്തേക്ക് വേണ്ടത്ര ശ്രമം നടത്തുന്നില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ശ്രമം ശരിക്കും പറഞ്ഞാൽ അത് 0 ആണ്, അല്ലെങ്കിൽ 10-20%, 30% ഒതുക്കി നിർത്തുന്ന ആ ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ കാര്യപ്രാപ്തി ഉണ്ടാകാതാവുന്നത്. അപ്പോൾ കാര്യപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം വേണം. ശ്രമം വേണമെങ്കിൽ നമ്മുടെ മനസ്സ് പരിപൂർണമായിട്ട് ആ ഒരു ലക്ഷ്യത്തെ ലാക്കാക്കി പ്രവർത്തിക്കണം. നമ്മുടെ ചിന്തകളൊക്കെ അതിലേക്ക് ഒതുങ്ങിച്ചേരണം. അല്ലെങ്കിൽ അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റണം. നമ്മുടെ പൂർണ്ണമായ ചിന്ത, പൂർണ്ണ മനസ്സിനെ അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് കാര്യം നേടാൻ പറ്റും. അപ്പോൾ ഒരുപക്ഷെ ഒരു കാര്യം നേടാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം, നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും പരിപൂർണമായിട്ട് കംപ്ലീറ്റ്ലി നിങ്ങളതിൽ ഇൻവോൾവ് അല്ല. ആ സ്വപ്നത്തിൽ നിങ്ങൾ ലയിച്ചിട്ടില്ല. ആ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് തുലവും കമ്മിയാണ്, കുറവാണ്. ഇപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാനൊക്കെ നമ്മൾ പോകും. അവിടെ ഇരിക്കും അല്ലേ, രാവിലെ മുതൽ ഇരിക്കും, ഉച്ചയ്ക്ക് ബ്രേക്ക് എടുക്കും, ഇടനേരം ചായയെല്ലാം കുടിക്കും, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. പലരും ശ്രദ്ധിക്കാതിരിക്കും. പക്ഷേ അതിൽ കുറച്ച് ആളുകളെങ്കിലും ആധ്യാത്മിക കാര്യങ്ങൾ താല്പര്യമുള്ളവരും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരും അത് അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് കേട്ട് വന്നാൽ 1-2 ദിവസം നമ്മൾ ഭയങ്കര മോട്ടിവേഷനാണ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. യെസ്, ഞാനത് ചെയ്തിരിക്കും, ഞാനിത് ചെയ്തിരിക്കും. പക്ഷേ 2 ദിവസം കഴിയുമ്പോൾ, അല്ലെ ഒരാഴ്ച കഴിഞ്ഞു, അല്ലെ സപ്താഹം കഴിയുന്നവിടെ നമ്മൾ വീണ്ടും നമ്മളായി മാറുകയാണ്. ആ പഴയ ഒറിജിനൽ ഇതിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം നമ്മൾ മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പതിവ് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുത്തണമെങ്കിൽ, അതിൻ്റെ പിന്നിൽ ഒരുപാട് ത്യാഗങ്ങളുണ്ട്. ചെറുതും വലുതുമായ ഒട്ടനവധി ത്യാഗങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പല സുഖങ്ങളും നമുക്ക് ത്യജിക്കേണ്ടതായിട്ട് വരും അല്ലേ. നമ്മളിപ്പോൾ കംഫർട്ട് സോണിലാണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കംഫർട്ട് സോണിലാണ്. ഒരു കുഴപ്പമില്ല, ഒരു ടെൻഷനില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ കാണുന്ന ആ സ്വപ്നം, അല്ലെങ്കിൽ നമ്മൾ കണ്ട ലക്ഷ്യം നേടണം എന്ന് ആഗ്രഹിക്കുന്ന ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഒരുപാട് ശ്രമം വേണം. അപ്പോൾ ശ്രമം എന്ന് പറയുന്നതിൻ്റെ ഒക്കെ ഭാഗമാണ് ഈ ഡെഡിക്കേഷൻ. ആ ഡെഡിക്കേഷനോടൊപ്പം നമ്മുടെ ത്യാഗങ്ങൾ, ഒരുപാട് നമ്മൾക്ക്
പല കാര്യങ്ങളും ത്യജിക്കേണ്ടതായിട്ട് വരും, പല സുഖങ്ങളും ത്യജിക്കേണ്ടി വരും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇതാ ഡിസംബർ മാസം, രാവിലെ നല്ല തണുപ്പാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകണം. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഇനി ഞാൻ ഒന്നുമില്ലെങ്കിൽ മണ്ഡലക്കാലം മുഴുവനെങ്കിലും അമ്പലങ്ങളിൽ പോയി ദർശനം നടത്തും, നടന്നു പോവും. അമ്പലങ്ങളിൽ അവിടെ പോയിട്ട് ദർശനം കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ നടന്നു തന്നെ വരും. അപ്പോൾ എനിക്കൊരു പ്രഭാത സവാരി ഇല്ലേ, അതാവും. പ്രഭാതത്തിലൊരു നടത്തമാവും, രാവിലെ ഒരു നടത്തമാവും. അതോടൊപ്പം നമ്മുടെ ദൈവകാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാനും പറ്റും. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ശരി നാളെ മുതൽ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കും. നിങ്ങൾ പോകുന്ന ഒരു ആഴ്ച, ഒരു 10 ദിവസം കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മനസ്സ് പറയും, മനസ്സിൻ്റെ എന്താണ്, ശരീരം എപ്പോഴും ആഗ്രഹിക്കുന്നത്, മനസ്സും ശരീരമായാലും ആഗ്രഹിക്കും സുഖമായിട്ട് നിൽക്കാനാണ്, ഒരു ത്യാഗം സഹിക്കാനല്ല. പറയും, അയ്യോ വെള്ളം തണുപ്പ്, ഇന്ന് വെള്ളം ചൂടാക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കറണ്ടില്ല, അല്ലെങ്കിൽ ഗ്യാസില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാം, നാളെ മുതൽ നമുക്ക് ഇനിയും അത് കണ്ടിന്യൂ ചെയ്യാം എന്ന് മനസ്സ് പറയും. അപ്പം നിങ്ങളൊന്നും അടിച്ചിരുന്നാൽ ആ സമയത്ത് ചിലപ്പോൾ പലരും അലാറം വെച്ചിട്ടൊക്കെ കിടക്കുക. അലാറം അടിക്കുമ്പം ഒരു നിമിഷം നിങ്ങളെ മനസ്സും കൊണ്ട് മാറിയാൽ, അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഒന്നുകൂടി കണ്ണടച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ വളരെ ലേറ്റായിട്ടേക്കും ഉണരുന്നുണ്ടാവുക, അല്ല ആ സമയം ചെല്ലേണ്ട സമയം കഴിഞ്ഞു കാണും. അപ്പം അമ്പലത്തിൽ രാവിലെ നടയടച്ചു കഴിഞ്ഞു, ഇനിയിപ്പം ശരി വൈകിട്ടാവാം, അല്ലെങ്കിൽ നാളെ മുതൽ കൃത്യമായിട്ടാവാം. അങ്ങനെ നമ്മൾ ഓരോ എക്സ്ക്യൂസ് നമ്മൾ സ്വയം കണ്ടെത്തും. കാരണം നമ്മൾ ആരും ഈ കംഫർട്ട് സോണെന്ന് പുറത്തു പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും ആവശ്യം കംഫർട്ട് സോണാണ്. അപ്പോൾ അവിടെ പിടിച്ചു നിന്ന് കടിച്ച് തൂങ്ങി നമ്മുടെ കാര്യങ്ങൾ നേടുക. പക്ഷേ സ്വയം ബോധിപ്പിക്കാൻ, അത് വെള്ളം ചൂടാക്കാൻ പറ്റാത്തതുകൊണ്ടായല്ലോ ഞാൻ പോകാതിരുന്നത്, അല്ലെങ്കിൽ ഇത്ര തണുപ്പത്തായതുകൊണ്ടാണ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സ്വയം കണ്ടെത്തും. സ്വയം ന്യായീകരിക്കാനൊരു ശ്രമം നടത്തും. അതിലൂടെ നമ്മളെ പല കാര്യങ്ങളും നമ്മൾ മാറും. നമുക്കെന്താണ് വേണ്ടത്? നമ്മളൊരു തീരുമാനം നടപ്പാക്കണമെങ്കിൽ കടുത്ത തീരുമാനമെടുക്കണം, കഠിനമായിട്ട് ചിന്തിക്കണം. യെസ്, എന്ത് പ്രശ്നം വന്നാലും ഞാനത് ചെയ്തിരിക്കും. വെള്ളം ചൂടാക്കാൻ പറ്റിയെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കും, പക്ഷേ ഞാൻ പോയിരിക്കും. നോബഡി ക്യാൻ സ്റ്റോപ്പ് മീ. Nobody is going to stop you, my dear friend. You yourself, the only yourself can stop you from doing these all things. കാരണം നിങ്ങളെ മടക്കാൻ ആർക്കും സാധ്യമല്ല. ഉറച്ച തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളല്ലാതെ നിങ്ങളെ മടക്കാൻ പ്രാപ്തനായ ഒരു വ്യക്തി ഈ ലോകത്തിലില്ല. പക്ഷേ നിങ്ങൾ വേണ്ടെന്ന് കരുതിയാൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാനും പ്രാപ്തനായ ഒരു വ്യക്തി ഈ ലോകത്തിലില്ല. അതിനർത്ഥം എന്താണ്? സെൽഫ് മോട്ടിവേഷനാണ്. സെൽഫ് മോട്ടിവേഷൻ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഈ സംബഡി വിൽ കം ആൻഡ് മോട്ടിവേറ്റ് യു? ആർ യു എക്സ്പെക്റ്റിംഗ് സംബഡി? ആർ യു എക്സ്പെക്റ്റിംഗ് സംബഡി ടു ബ്രിങ് യു അപ്പ്? ആരെങ്കിലും വന്നിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ആ പ്രചോദനം നൽകി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? ഇഫ് യു ആർ എക്സ്പെക്റ്റിംഗ് ഫോർ ദറ്റ് പർട്ടിക്കുലർ പേഴ്സൺ, ഐ എം സോറി, അതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. നിങ്ങളെ നയിക്കേണ്ടത്, നിങ്ങളെ മുന്നോട്ട് ചിന്തിപ്പിക്കേണ്ടത്, നിങ്ങൾക്ക് ആ ചിന്ത മനസ്സിൽ വരുത്തേണ്ടത്, ആ ചിന്തകളെ നടപ്പിലാക്കേണ്ടത്, കടുത്ത തീരുമാനങ്ങളെടുത്ത് ത്യാഗം സഹിച്ച് ആ ഡെഡിക്കേഷനിലൂടെ ഹാർഡ് വർക്കിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും. ഈ സിറ്റുവേഷനൊക്കെ കടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ, യു വാണ്ട് ടു വിൻ or achieve your passion or motto, you have to try hard. You have to inspire yourself. You have to motivate yourself. That's why I told you, self motivation is the best motivation. നമ്മുടെ സ്വയം നമ്മൾ പ്രചോദനം നൽകണം. നമുക്ക് സ്വയം നമ്മളെ ഉത്തേജിപ്പിക്കണം. യെസ്, എനിക്കത് ചെയ്തേ പറ്റും. കാരണം നിങ്ങളിത് ചെയ്യുന്നതിനൊക്കെ പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അതിലൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അവിടെ ആരും വരാൻ പോകുന്നില്ല. അത് നിങ്ങൾ ചെയ്താലും ഇല്ലെങ്കിലും അത് ആരെയും ബാധിക്കുന്ന പ്രശ്നമല്ല. ഓൺലി ഇറ്റ് അഫക്ട്സ് യു, ഓൺലി യു. അപ്പോൾ അതുകൊണ്ട് അത് നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. വേറെ ആരും
പുറമേ നിന്ന് വരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ കേട്ടുകളയാം. അവിടെ പോയിരുന്നിട്ട് ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന ആളുടെ കുറച്ച് വാക്കുകൾക്കും എന്നിൽ വ്യത്യാസം വരുമായിരിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ നിങ്ങൾ ആദ്യം ഈ ചെയ്യേണ്ടത് ഈ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്ന ഈ മനസ്സിനെ തുറന്നു വിടുകയാണ്. ആദ്യം ഇതിനെ ഓപ്പൺ ചെയ്യൂ. ഓൺലി യു ക്യാൻ ഓപ്പൺ യുവർ മൈൻഡ് ബിക്കോസ് യു ആർ ഹാവിങ് ദ കീ. എക്സാക്റ്റ് അതിൻ്റെ മാസ്റ്റർ കീ നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. നിങ്ങളത് അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അതിലേക്ക് ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആൻഡ് ഇഫ് യു ആർ ready to dedicate something, you are ready to sacrifice something, and if you are ready to come out of the comfort zone, you can achieve everything. നിങ്ങൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ശ്രമം നടത്തണം. അത് മറ്റാരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറ്റപ്പെടുത്താനായിട്ട് തോന്നും, അല്ലേ? അയാൾ എന്നെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ ഭാര്യയിലും കുറ്റപ്പെടുത്തിയെന്ന് തോന്നും. പക്ഷെ അത് നിങ്ങൾ സ്വയം എടുക്കുന്ന തീരുമാനമാണെങ്കിൽ അതൊരു തീരുമാനമാണ്. പിന്നെ നിങ്ങളുടെ കുടുംബത്തിനും തോന്നണം, ഇല്ല, അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നോബഡി ക്യാൻ സ്റ്റോപ്പ് ഹിം. അവൻ തീരുമാനിച്ചാൽ അവനത് ചെയ്തിരിക്കും എന്നൊരു വിശ്വാസം അവർക്കും ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികൾ അത്തരത്തിലുള്ളതായിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മളെ തടഞ്ഞു നിർത്തുന്നത്, ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാനുള്ള ഒരു വൈഷമ്യം, അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു വൈക്ലഭ്യം എന്നോ എന്താണ് പറയേണ്ടതിന്, ഒരു വിമ്മിഷ്ടം, അതിലുള്ളൊരു ഒരു ഒരു അസ്വസ്ഥത, അസഹിഷ്ണുത, കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാൻ. രണ്ടാമത് നിങ്ങളെ ബാധിക്കുന്നത് ലേസിനെസ്സാണ്, മടി. ഇഫ് യു ആർ ലേസി, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കാൻ വലിയ പ്രയാസമാണ്. ദൈവം പോലും മടിയന്മാരെ കൂടെ ഇല്ല. നിങ്ങൾ പരിശ്രമിക്കുന്ന ആളെ കൂടെ നിങ്ങളൊരു 50% ചെയ്ത് കഴിഞ്ഞാൽ ദൈവം ബാക്കി 50 ചെയ്തിരിക്കും. 50-50 ആണത്, അല്ലേ? താൻ പാതി ദൈവം പാതി. അപ്പോൾ താൻ പാതി ചെയ്താൽ മാത്രമേ ദൈവത്തിൻ്റെ ഇടപെടാൻ പറ്റൂ. അല്ലെങ്കിൽ ദൈവം ആ 50% ചെയ്യട്ടെ, ബാക്കി പിന്നെ ഞാൻ തന്നെ ചെയ്യാം, ദൈവം ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആയുസ് നഷ്ടമായി പോവുകയുള്ളൂ, വേസ്റ്റായി പോവുകയുള്ളൂ, ഒരു പാഴ് ജന്മമായിട്ട് നിങ്ങൾ മാറുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തിൽ, ഈ ജീവിതത്തിൽ അടയാളപ്പെടുത്തിയിട്ട് പോകണമെങ്കിൽ ഓരോ ജന്മങ്ങളും ഓരോ ആയുസ്സുകളും ഓരോ ജീവിതങ്ങളും പലതും അടയാളപ്പെടുത്തി കടന്നു പോകണം. അപ്പോൾ അടയാളപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ചെയ്തു തീർത്ത്, ചില കാര്യങ്ങൾ ചെയ്തു തീർത്ത് ചില ലക്ഷ്യങ്ങൾ നേടിയിട്ട് കാണിച്ചു കൊടുക്കണം. യു ക്യാൻ പ്രൂവ്. യു ഷുഡ് ബി എ ഐഡിൽ ഫോർ യുവർ ചിൽഡ്രൻ, ഫോർ യുവർ ഫാമിലി. ബീയിങ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി, യു ഷുഡ് ഷോ ദം ഹൗ ടു ഡു ഇറ്റ്, ഹൗ ടു സെൽഫ് മോട്ടിവേറ്റ്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന്, ആ സുഖകരമായ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പുറത്ത് വരാൻ, നിങ്ങളെ ലക്ഷ്യം നേടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങളെ തടയാൻ ആർക്കും ആവില്ല. യു ആർ വെൽക്കം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. തുടക്കത്തിൽ ഒരു പലതും പറയും, ഒരാഴ്ചത്തേക്ക് കാണും, ഒരു 10 ദിവസത്തേക്ക്. കാരണം എന്താണ്, നമ്മളിതിനു മുമ്പും പല കാര്യങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട്, ഇതുപോലെ ഗംഭീരമായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എല്ലാം പാതി വഴിയിൽ നമ്മൾ നിർത്തിവെച്ചു. ഇറ്റ്സ് അവർ ഫാൾട്ട്. ബട്ട് ഇറ്റ് ഈസ് എ റൈറ്റ് ടൈം ടു ഷോ യു ദം ദാറ്റ് യു ക്യാൻ അച്ചീവ് ദ aim or destination by doing hard. വളരെ കഠിനമായ പ്രവൃത്തിയിലൂടെ സാക്രിഫൈ ചെയ്തുകൊണ്ട്, മനസ്സിനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, ശരീരത്തിനെയും മനസ്സിനെയും വിഷമങ്ങളും നോക്കാതെ ലക്ഷ്യം മാത്രം ലക്ഷ്യമാക്കിയിട്ട്, നിങ്ങൾക്കൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങളും ഞാനും ചെയ്തിട്ടുണ്ട്, വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. അതെന്താണെന്ന് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തൽക്കാലം നിർത്തുന്നു. ഇത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് കമൻറ്റൊക്കെ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് നമുക്കിവിടെ സംസാരിക്കാനുണ്ടെങ്കിൽ
നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് ഞാൻ തയ്യാറായിട്ട് ഇവിടെ ഒരു ചർച്ചയാവാം, തീർച്ചയായും ഒരു പ്രഭാഷണമാവാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, സുരേഷ് പുനൂർ, പുനെ.